പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിഭാ പലായനം അടുത്ത കാലത്ത് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അക്കൗണ്ടന്റുകളും മറ്റ് വൈറ്റ് കോളർ പ്രൊഫഷണലുകളും രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് കുടിയേറുകയാണെന്ന് സർക്കാർ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കുടിയേറ്റത്തിൽ വർധനയുണ്ടായത്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ 5000 ഡോക്ടർമാരും 11,000 എഞ്ചിനീയർമാരും 13,000 അക്കൗണ്ടന്റുകളും പാകിസ്ഥാൻ വിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആരോഗ്യ മേഖലയാണ് പലായനത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. 2011 മുതൽ 2024 വരെ നഴ്സുമാരുടെ കുടിയേറ്റത്തിൽ 2144% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടിയേറ്റ കണക്കുകൾ 2024 7,27,381 പാകിസ്ഥാനികൾ വിദേശ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തപ്പോൾ 2025 നവംബർ വരെ 6,87,246 പേർ രജിസ്റ്റർ ചെയ്തു. 2025 മാത്രം പാക് വിമാനത്താവളങ്ങളിൽ നിന്ന് 66,154 യാത്രക്കാരാണ് വിദേശത്തേക്ക് പോയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളം കൂടുതലാണ്. അതേസമയം നിയമവിരുദ്ധ കുടിയേറ്റത്തിനും ഭിക്ഷാടനത്തിനുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും 10,000 പാകിസ്ഥാനികളെ നാടുകടത്തുകയും ചെയ്തു. വിവാദ പരാമർശം വിദേശ കുടിയേറ്റത്തെ ബ്രെയിൻ ഡെയിൻ എന്നതിനു പകരം ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിച്ച പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിലുള്ള പരിഹാസത്തിനും വിമർശനത്തിനും വഴിവെച്ചു. US-ലെ പ്രവാസികളെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. മാനസിക നില തകരാറായ ഒരാളുടെ അഭിപ്രായത്തിൽ ഇതൊരു ബ്രെയിൻ ഗെയിൻ ആണ് എന്നായിരുന്നു ഒരു ഉപയോക്താവിന്റെ പരിഹാസ പോസ്റ്റ്. നിരവധി പേരാണ് അസിം മുനീറിനെ പരിഹസിച്ച് രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രതികരണം, സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാൻ രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ശരിയാക്കേണ്ടത് അനിവാര്യമാണെന്ന് മുൻ സെനറ്റർ മുസ്തഫ നവാസ് ഖോക്കർ അഭിപ്രായപ്പെട്ടു. വൈറ്റ് കോളർ പ്രൊഫഷണലുകളുടെ പലായനം വർദ്ധിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സർക്കാർ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.